Hello students, welcome to the fifth session of third module. So students, today we are going to discuss about dynamic balancing. So in the previous session we have studied about static balancing, right? So static balancing is nothing but we try to minimize the amount of unbalance which are present in same plane. So suppose the masses, rotating masses are lying in the same plane. So this is a case of so this is the plane we are considering. So both the masses of number of masses are present. All the masses should be in the same plane. So we can add some counterweight so that the unbalanced force can be minimized or removed, right? So what will happen if the rotating mass is another rotating mass is present in a different plane? വേറൊരു പ്ലെയിൻ, അതായത് ഇപ്പോൾ ഇതൊരു പ്ലെയിൻ അല്ലേ, ഇതൊരു പ്ലെയിൻ, അതേപോലെ ഇത് വേറൊരു പ്ലെയിൻ. ഈ രണ്ട് പ്ലെയിനും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് എൽ, സപ്പോസ് എൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ we can add some counterweights here so that the force can be balanced, but the problem is that these two rotating masses which are present in different planes will form a couple. ഒരു കപ്പിൾ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ, ഒരു കപ്പിൾ ഫോം ചെയ്യാൻ സാധ്യത. ഞാൻ ഒന്നുകൂടെ, സപ്പോസ് ഇതാണ് ഷാഫ്റ്റ് എന്നായിരിക്കും. നമുക്ക് ഇവിടെ ഒരു M1 എന്നുള്ള ഒരു മാസ് ഉണ്ട്, R1 എന്നുള്ള ഡിസ്റ്റൻസിൽ. ഓക്കെ, വേറൊരു പ്ലെയിനിൽ M2 എന്നുള്ളൊരു മാസ് ഉണ്ട്, R2 എന്നുള്ളൊരു ഡിസ്റ്റൻസിൽ. ഓക്കെ, അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെറ്റ് ഇറ്റ് ബി എൽ എന്ന് വിചാരിക്കാം. ഈ ഷാഫ്റ്റ് ഒരു ഒമേഗ എന്നുള്ളൊരു ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ തന്നെ, ഈവൻ ദോ ചിലപ്പോൾ M1R1 ഈസ് ഈക്വൽ ടു, സപ്പോസ് M1R1 ഒമേഗ സ്ക്വയർ ഈക്വൽ ടു M2R2 ഒമേഗ സ്ക്വയർ ആണെങ്കിൽ തന്നെ ഇത് ഈക്വലായി കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആണെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഇങ്ങനെ ആണെങ്കിൽ തന്നെ ഇത് രണ്ടും ഡിഫറെൻറ്റ് പ്ലെയിൻസിലായതുകൊണ്ട് ദർ വിൽ ബി എ കപ്പിളുടെ വാല്യൂ എന്തായിരിക്കും? M1R1 ഒമേഗ സ്ക്വയർ ഫോഴ്സ് ഇൻറ്റു, അല്ലേ, ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ, ഇത് താഴേക്ക് ഇത് മുകളിലേക്ക് അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇവർ തമ്മിലൊരു ഡിസ്റ്റൻസ് എൽ ഉണ്ട്. സോ M1R1 ഒമേഗ സ്ക്വയർ ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ, കപ്പിൾ distance between the two equal and opposite forces which are separated by a finite distance will definitely form a couple. So the distance between the couple into that force, the value of force will give you the moment due to couple. അപ്പോൾ ഈ ഒരു കപ്പിൾ കാരണം ഉള്ളൊരു മൊമെൻ്റ് ഉണ്ട് അല്ലേ, ഇതാണ് അതിൻ്റെ വാല്യൂ. ഓർ M1 M2 R2 ഒമേഗ സ്ക്വയർ എൽ. കാരണം M1R1 M2R2 സെയിം ആണ്, വെക്ടറാണ്, സെയിം ആണ്. കാരണം സെയിം ആണെങ്കിൽ തന്നെ എന്നുള്ളൊരു കേസാണ്. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് എന്തുണ്ടാക്കും? ഈ മൊമെൻ്റ് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അല്ലേ, റൈറ്റ്? സോ ദിസ് അൺബാലൻസ്ഡ് കപ്പിൾ. അപ്പോൾ ഈ കപ്പിളിനെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടി വരും, റൈറ്റ്? കപ്പിളിനെയും ബാലൻസ് ചെയ്യേണ്ടി വരും. സോ അതാണ്. അപ്പോൾ ഈ കപ്പിളിനെ ബാലൻസ് ചെയ്യുമ്പോഴാണ് അതൊരു ഡൈനാമിക് ബാലൻസിങ് ആവും. ഡൈനാമിക് ബാലൻസിങ് ഐഡിയ മനസ്സിലായോ? എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പ്ലെയിനിലാണ് നമ്മൾ റൊട്ടേറ്റിംഗ് മാസ് ഉള്ളെങ്കിൽ തന്നെ ഈ രണ്ട് റൊട്ടേറ്റിംഗ് മാസസും ഫോഴ്സസ് ബാലൻസ് ആവുന്നുണ്ട്. അതായത് ഫോഴ്സസ് ബാലൻസ് ആവുന്നുണ്ടെങ്കിൽ M1R1 ഒമേഗ സ്ക്വയർ ഇക്വൽ ടു M2R2 സ്ക്വയർ M2R2 ഒമേഗ സ്ക്വയർ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ സ്റ്റാറ്റിക് ബാലൻസിങ്ങിൻ്റെ കേസിൽ ഓക്കെ, അത് ബാലൻസിങ് ആയി. പക്ഷേ ഇത് ദേ ആർ ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ് ആയതുകൊണ്ട് ദേ വിൽ ഫോം എ കപ്പിളുടെ വാല്യൂ ഇതാണ്. കപ്പിളുടെ വാല്യൂ വെച്ചാൽ കപ്പിൾ ഉണ്ടാക്കുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ ഇതൊരു അൺബാലൻസ്ഡ് മൊമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, അൺബാലൻസ്ഡ് മൊമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ അൺബാലൻസ്ഡ് മൊമെൻറ്റ് പിന്നെ നമ്മൾ വീണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കൗണ്ടർ വെയിറ്റ് ആഡ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഇത് രണ്ടും ഈക്വലായ കേസിലാണ്. ചില കേസിൽ ഇത് രണ്ടും ഈക്വൽ ആവാനുള്ള സാധ്യതയും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഫോഴ്സും ബാലൻസ് ചെയ്യണം, കപ്പിളും ബാലൻസ് ചെയ്യണം. അപ്പോൾ ഡൈനാമിക് ബാലൻസിങ്ങിൽ ഫോഴ്സ് ഷുഡ് ബി ബാലൻസ് ആൻഡ് കപ്പിൾ ഓൾസോ ഷുഡ് ബി ബാലൻസ്. ഇത് രണ്ടും ബാലൻസ് ചെയ്യണം. ഓക്കെ.
അപ്പം അതിനു മുന്നേ നമുക്ക് അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് നോക്കുന്നതിന് മുന്നേ ഒരു ഐഡിയ ഒന്ന് പഠിച്ചു നോക്കാം. ഒരു ട്രാൻസ്ഫറൻസ് ഓഫ് എ ഫോഴ്സ് ഫ്രം വൺ പ്ലെയിൻ ടു അനദർ. അതായത് സപ്പോസ് ഇതൊരു ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൻ്റെ ഈ അറ്റത്ത് ഒരു എം എന്നുള്ളൊരു മാസ് ഉണ്ട് അറ്റ് ഡിസ്റ്റൻസ് ആർ, റേഡിയസ് ആർ. സപ്പോസ് ഇത് പോയിന്റ് 1 ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ഇവിടെ ഒരു പോയിന്റ്, അല്ലെങ്കിൽ പോയിന്റ് 1 അല്ല, അത് ഒരു പ്ലെയിൻ 1 എന്ന് വിചാരിക്കാം. സപ്പോസ് ഈ ഒരു പ്ലെയിൻ, സപ്പോസ് ഇതിലൊരു പ്ലെയിൻ 1, ഫസ്റ്റ് 1 പ്ലെയിൻ 1 എന്ന് വിചാരിക്കാം. ഇനി ഞാൻ വേറൊരു പ്ലെയിൻ 2 എന്നുള്ളൊരു പ്ലെയിൻ ഇവിടെ ഉണ്ട് 2. ഇതിലൊരു പോയിന്റ് O എടുത്ത് കഴിഞ്ഞു. ഇനി ഈ മാസ് എന്തുണ്ടാക്കും? അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എൽ, ഈ രണ്ട് പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എൽ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പർട്ടിക്കുലർ മാസ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒമേഗയിലാണെന്ന് വിചാരിക്കാം, ഒമേഗ. ഇനി ഈ പർട്ടിക്കുലർ മാസ് എം ആർ ഒമേഗ സ്ക്വയർ എന്നുള്ള ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇവിടെ ഉണ്ടാക്കുമല്ലേ, അല്ലേ? എം ആർ ഒമേഗ സ്ക്വയർ, അല്ലേ? എം ആർ ഒമേഗ സ്ക്വയർ നോക്കാം. ഇനി എം ആർ ഒമേഗ സ്ക്വയർ, അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ഫോഴ്സ് മുകളിലേക്ക് F1 ആഡ് ചെയ്യുന്നു, താഴേക്ക് ഒരു F2 ആഡ് ചെയ്യുന്നു, O എന്നുള്ള പോയിന്റ്. സപ്പോസ് F1 ഈസ് ഈക്വൽ ടു F2, രണ്ടും ഈക്വൽ ഫോഴ്സസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എം ആർ ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫോഴ്സ് ഞാൻ ഇവിടെ താഴേക്ക് മുകളിലേക്ക് ആഡ് ചെയ്യുന്നു, അല്ലേ? താഴേക്ക് മുകളിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദി ഈക്വിലിബ്രിയം. കാരണം ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയതുകൊണ്ട് നെറ്റ് എഫക്റ്റ് 0 ആണ്. നെറ്റ് എഫക്റ്റ് 0 ആയതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് എഫക്ട് ഇക്വിലിബ്രിയം. അതായത് ഈ ഷാഫ്റ്റിൻ്റെ ഇക്വിലിബ്രിയത്തിനൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം അതിന് എഫക്റ്റ് ഇല്ല. കാരണം F1 ഉം F2 ഈക്വൽ ആണ്, അത് ഓപ്പോസിറ്റ് ആണ്. പക്ഷേ F1ൻ്റെ F2ൻ്റെയും വാല്യൂ എം ആർ ഒമേഗ സ്ക്വയർ ആണ്, അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ പർട്ടിക്കുലർ ഇവിടെ എന്തുണ്ട്? എം ആർ ഒമേഗ സ്ക്വയർ എന്നുള്ള ഒരു ഫോഴ്സ് ഉണ്ട്, അല്ലേ? ഇനി ഈ താഴേക്ക് എന്തുണ്ട്? അതും എം ആർ ഒമേഗ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിനെന്ത് വിളിക്കാം നമുക്ക്? ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ്. സോ ദീസ് ടു വിൽ ഫോം എ കപ്പിൾ, അല്ലേ? ഇത് രണ്ടും ഒരു കപ്പിൾ ഫോം ചെയ്യില്ലേ, അല്ലേ? കപ്പിൾ ഫോം ചെയ്യില്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ സെയിം ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് അറ്റ് ഒമേഗ, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഉണ്ടായ ഒരു മാസും, അല്ലെ, ഒരു റൊട്ടേറ്റിംഗ് മാസ് ഉണ്ട്. അതിനെ ഞാൻ വേറൊരു പ്ലെയിൻ, സെക്കൻഡ് പ്ലെയിനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് വെച്ചാൽ F1 ഉണ്ട്, മുകളിലേക്ക് ഒരു F1 ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്തുണ്ട്? ഒരു മൊമെന്റ് ഡ്യൂ ടു കപ്പിളും ഉണ്ട്. മൊമെന്റ് ഡ്യൂ ടു കപ്പിൾ, അതായത് ഈ സെയിം സിറ്റുവേഷനെ ഞാൻ ഇവിടെ ജസ്റ്റ് എന്താണ്, ഫസ്റ്റ് ഇവിടെ ഒരു രണ്ടാമത്തെ പ്ലെയിൻ ഉണ്ട്, അതെന്തോ ആയിക്കോട്ടെ. ഈ സെയിം സിറ്റുവേഷനെ ഞാൻ എന്താക്കി, എം ഫസ്റ്റ് പ്ലെയിനിൽ ഒരു R എന്നുള്ള ഡിസ്റ്റൻസിൽ എം എന്നുള്ള ഒരു മാസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെ ഞാൻ വേറൊരു പ്ലെയിനിലേക്ക് കൊണ്ടുവന്നു അറ്റ് എ ഡിസ്റ്റൻസ് L, സച്ച് ദാറ്റ് ദ സെയിം എഫക്റ്റ്. അപ്പോൾ എന്താ മാറ്റം? ഈ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആ ഫോഴ്സ് F1 സെയിം ആണ്, പക്ഷെ അതിൻ്റെ ഒന്നിച്ചൊരു മൊമെന്റ് ഡ്യൂ ടു കപ്പിളും ആഡായി. ആ മൊമെന്റ് എങ്ങനെയാണ് കാണുന്നത്? മൊമെന്റ് വെച്ചാൽ എം ആർ ഒമേഗ സ്ക്വയർ L ആണ് ആ മൊമെന്റ് ഡ്യൂ ടു ഈ മൊമെന്റ്, ഒരു എക്സ്ട്രാ മൊമെന്റ് ഇവിടെ വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പ്ലെയിൻ 1-ൽ ഒരു ഫോഴ്സിനെ ഞാൻ പ്ലെയിൻ 2-ലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലെയിൻ 1-ൽ എന്താണ്? ഒരു ഫോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് എം ആർ ഒമേഗ സ്ക്വയർ ആയിരുന്നു. അതിനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു എവിടേക്ക്? പ്ലെയിൻ 2-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ഫോഴ്സ് എം ആർ ഒമേഗ സ്ക്വയർ പ്ലസ് ഒരു മൊമെന്റ് എം ആർ ഒമേഗ സ്ക്വയർ എൽ. ആ എൽ എന്ന് വെച്ചാൽ എന്താ? പ്ലെയിൻ 1-ഉം പ്ലെയിൻ 2-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്.
അപ്പോൾ ഒരു മൊമെൻറ്റിനെ ഒരു ഫോഴ്സിനെ നമ്മൾ ഒരു പ്ലെയിനിൽ നിന്ന് മറ്റേ പ്ലെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫോഴ്സ് ജസ്റ്റ് അങ്ങനെ തന്നെ വരില്ല, പക്ഷെ ഫോഴ്സിൻ്റെ ഒന്നിച്ച് എക്സ്ട്രാ ഒരു മൊമെൻറ്റും കൂടെ വരും. ആ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്താണ്, ആ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് ടു പ്ലെയിൻസ്. അപ്പോൾ ആ ഒരു ഐഡിയ ഇത് നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാനൊന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചതന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ ഡൈനാമിക് ബാലൻസിങ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കാം. ഇപ്പോൾ ഡൈനാമിക് ബാലൻസിങ് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. സപ്പോസ് ഇതെൻ്റെ ഒരു ഷാഫ്റ്റിൻ്റെ ബാരിങ്സ് ആണിത്. ഓക്കെ, സപ്പോസ് എന്തുണ്ട്, ഒരു 1 എന്നുള്ള പോയിന്റിൽ സപ്പോസ് ഒരു M1, ഇത് M1, ഓക്കെ, M1 R1 ഡിസ്റ്റൻസിൽ, R1 റേഡിയസിൽ θ1. അപ്പോൾ ഇത് ഫസ്റ്റ് പ്ലെയിൻ. അതേപോലെ സെക്കൻഡ് പ്ലെയിനിൽ ഒരു M2 ഉണ്ട്, R2. അതേപോലെ തേർഡ് പ്ലെയിനിൽ ഒരു M3 ഉണ്ട്. അപ്പോൾ ഇതിന് θ2 കിട്ടാം, ഇത് θ3, M3, R3. ഇതെല്ലാം ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണ്. ഓക്കെ, ഇതാണ് 3 പ്ലെയിൻ, 1, 2, 3. അതിൽ M1, M2, M3 എന്നുള്ള മാസസ്, R1, R2, R3 എന്നുള്ള ഒരു റേഡിയസിൽ θ1, θ2, θ3 എന്നുള്ളൊരു ആംഗിളിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് ഞാനൊരു പ്ലെയിൻ ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു റെഫറൻസ് പ്ലെയിൻ, ഇവിടെ ഒരു റെഫറൻസ് പ്ലെയിൻ എടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പ്ലെയിൻ റെഫറൻസ് പ്ലെയിൻ ജസ്റ്റ് ഞാൻ ഇങ്ങനെ കീപ്പ് ചെയ്തു. റെഫറൻസ് പ്ലെയിൻ ഒരു ഇമാജിനറി പ്ലെയിൻ. അപ്പോൾ ഈ ഇമാജിനറി പ്ലെയിനിന്ന് ഈ ഫസ്റ്റ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഞാൻ ഫസ്റ്റ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് L1, ഇമാജിനറി പ്ലെയിനിന്ന് ഫസ്റ്റ് പ്ലെയിനിലേക്കുള്ളത്. അതേപോലെ ഇമാജിനറി പ്ലെയിനിന്ന് സെക്കൻഡ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് L2, ഇമാജിനറി പ്ലെയിനിന്ന് തേർഡ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് L3 ആണെങ്കിൽ ഇവിടെ ഒരു ഫൈനൽ ഒരു അതവിടെ വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഗിവൺ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലെയിൻസിലെ ഡിഫറെൻറ്റ് മാസസ് അറ്റ് ഡിഫറെൻറ്റ് റേഡിയൈ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് സ്റ്റാറ്റിക് ബാലൻസിങ് ചെയ്യണമെങ്കിൽ M1 R1 ഒമേഗ സ്ക്വയർ പ്ലസ് വെക്ടറാണ് M2 R2 ഒമേഗ സ്ക്വയർ പ്ലസ് M3 R3 ഒമേഗ സ്ക്വയർ ഷുഡ് ബി 0 അല്ലേ. അപ്പോൾ അത് നോൺ സീറോ ആണ്. ഇഫ് ഇറ്റ് ഈസ് നോൺ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു കൗണ്ടർ മാസ് ഒരു കൗണ്ടർ മാസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് 0 ആണെന്ന് ചോദിക്കുക, അതങ്ങനെ നോക്കാം. ഇത് 0 ആയാൽ മാത്രം മതിയോ? പോരാ. കംപ്ലീറ്റ് ബാലൻസിങ്ങിന് നമുക്ക് കപ്പിളും 0 ആണ്. ഇത് ഫോഴ്സാണ്, ഇതിന് കപ്പിളും 0 ആണ്ടേ. അതായത് നമ്മൾ ഫസ്റ്റ് ഈ റെഫറൻസ് പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നത് M1 R1 L1 ഒമേഗ സ്ക്വയർ പ്ലസ് M2 R2 L2 ഒമേഗ സ്ക്വയർ പ്ലസ് M3 R3 M3 R3 L3 ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ഈ ഫോഴ്സിൻ്റെയും കപ്പിളിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയത്? കാരണം ഇതെല്ലാം ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണ്, അത് ആഡ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഇതൊക്കെ ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണെങ്കിലും എന്ത് ചെയ്തു, ഞാനിതൊക്കെ ഈ ഫോഴ്സിനൊക്കെ ഞാൻ ഈ റെഫറൻസ് പ്ലെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. റെഫറൻസ് പ്ലെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് എല്ലാം M1 R1 ഒമേഗ സ്ക്വയർ വന്നു, M2 R2 ഒമേഗ സ്ക്വയർ വന്നു, M3 R3 ഒമേഗ സ്ക്വയർ വന്നു. അതിൻ്റെ ഒന്നിച്ച് ഈ റെഫറൻസ് പ്ലെയിൻസിലേക്ക് വേറൊന്നും കൂടെ വന്നു, M1 R1 L1 ഒമേഗ സ്ക്വയർ എന്നുള്ളൊരു മൊമെൻറ്റ് കപ്പിൾ വന്നു. M2 R2 L2 ഒമേഗ സ്ക്വയർ എന്നുള്ള കപ്പിൾ വന്നു.
M3R3 L3 ഒമേഗ സ്ക്വയർ എന്നുള്ളൊരു കപ്പിളും കൂടെ വന്നു. അപ്പോൾ ഇതെല്ലാം ഒരു റഫറൻസ് പ്ലെയിനാണ്. ഇതൊക്കെ ഏതിലാണ്? റഫറൻസ് പ്ലെയിനിലാണ് ഇതൊക്കെ, ഈ ഫോഴ്സ് ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഒരേ പ്ലെയിനിലെത്തി. all the three forces are transferred to a single reference plane. So since they are transferred to a single reference plane transfer ആയതുകൊണ്ട് some couples also came along with those forces അല്ലേ? അതുകൊണ്ടാണ് ഈ കപ്പിൾസ് വന്നത്. അല്ലെങ്കിൽ അവിടെ നമുക്ക് ഈ കപ്പിൾ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരേ പ്ലെയിനിൽ കുറേ കപ്പിൾ വന്നു. കപ്പിൾ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഒന്നിച്ച് വന്നതാണ്. ഓക്കെ, അങ്ങനെ കപ്പിളും കൂടെ വന്നു. ഇനി L1 L2 L3 എന്നുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ഈ എപ്പോഴും നമ്മൾ ഏത് പ്ലെയിനിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഒറിജിനൽ പ്ലെയിനിൽ ആ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് L1 L2 L3 ഒക്കെ എടുത്തത്. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലായി. ഇനി സപ്പോസ് ഇതെല്ലാം നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിലോ? നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഡൈനാമിക് ബാലൻസിങ്. സോ വി ഷുഡ് ഗോ ഫോർ ഡൈനാമിക് ബാലൻസിങ്. അപ്പോൾ ഡൈനാമിക് ബാലൻസിങ് ചെയ്യുമ്പോൾ വി ഹാവ് ടു add two forces. We have to add two masses. അപ്പോൾ why two masses? എന്തുകൊണ്ടാണ് ടു മാസസ് ആഡ് ചെയ്യേണ്ടി വരുന്നത്? കാരണം സപ്പോസ് ഇതാണ് എൻ്റെ ഏത് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റിൽ ഈ റെഫറൻസ് പ്ലെയിനിൽ എന്തുണ്ട്? എല്ലാ മാസസും എല്ലാ ഫോഴ്സസുമായി അല്ലേ? സപ്പോസ് എല്ലാ റെഫറൻസ് പ്ലെയിനിലേക്ക് എല്ലാ മാസിനെയും ഞാൻ കൊണ്ടുവന്നത്. സപ്പോസ് ഇത് M1 M2 അല്ലേ, M3, ഈ 3 മാസസും സെയിം പ്ലെയിനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു കൗണ്ടർ മാസ് MC ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിക് ബാലൻസിങ് ഓക്കെ ആവും. പക്ഷേ ഇവിടെ എന്തുണ്ട്? കുറേ മൊമെൻറ്റ്സ് ഉണ്ടല്ലേ. ഈ മൊമെൻറ്റ്സിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ വേറൊരു ഡിസ്റ്റൻസിൽ വേറൊരു പ്ലെയിനിൽ നമ്മൾ വേറൊരു കൗണ്ടർ മാസ് MC2, അപ്പോൾ ഇത് MC1 ആണെങ്കിൽ MC2 ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് LC2 ആയിരിക്കണം. അപ്പോൾ MC2 ഇതിൻ്റെ RC2 ആയിരിക്കും. MC2 RC2 LC2 ഒമേഗ സ്ക്വയർ എന്നുള്ള ഒരു കപ്പിള് ഇവിടെയുള്ള ടോട്ടൽ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു കപ്പിള് ഫോം ചെയ്ത് കഴിഞ്ഞാൽ കപ്പിള് ബാലൻസ് ആവും. ഓക്കെ, അപ്പോൾ വി ഷുഡ് ആഡ് ടു മാസസ് MC1 ആൻഡ് MC2. അപ്പോൾ ഇത് അറ്റ് എ ഡിസ്റ്റൻസ് RC1, ഇത് അറ്റ് എ ഡിസ്റ്റൻസ് റേഡിയൽ ഡിസ്റ്റൻസ് RC2, ആൻഡ് ഇത് റെഫറൻസ് പ്ലെയിനിൽ തന്നെ ആയിരിക്കും. ഇത് അറ്റ് എ ഡിഫറെൻറ്റ് പ്ലെയിൻ. അപ്പോൾ സ്റ്റാറ്റിക് ബാലൻസിങ്ങിൽ ജസ്റ്റ് MC1 അറ്റ് RC1 എന്നുള്ള ലൊക്കേഷനിൽ ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇത് MC2 RC2 അറ്റ് LC2, ഒരു ഡിഫറെൻറ്റ് പ്ലെയിൻ ക്യാൻ ബി. അപ്പോൾ നമ്മൾ ഇവിടെ ആക്ച്വലി വേറൊരു പ്ലെയിൻ, ഇവിടെ ഒരു പ്ലെയിനിൽ വേറൊരു മാസ് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇക്വേഷൻ എന്താവും? M1 R1 ഒമേഗ സ്ക്വയർ പ്ലസ് M2 R2 ഒമേഗ സ്ക്വയർ പ്ലസ് M3 R3 ഒമേഗ സ്ക്വയർ പ്ലസ് MC1 RC1 ഒമേഗ സ്ക്വയർ പ്ലസ് MC2 RC2 ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. 2 ഫോഴ്സ് ആഡ് ചെയ്തില്ലേ? അപ്പോൾ രണ്ട് മാസം ആഡ് ചെയ്യുമ്പോൾ 2 ഫോഴ്സ് എക്സ്ട്രാ വന്നു. അല്ലെങ്കിൽ ഈ ഒമേഗ നമുക്ക് വേണമെങ്കിൽ എല്ലാം ക്യാൻസൽ ചെയ്യാം. M1 R1 പ്ലസ് M2 R2 പ്ലസ് M3 R3 പ്ലസ് MC1 RC1 പ്ലസ് MC2 RC2 ഈസ് ഈക്വൽ ടു 0. Or we can write sigma MR vector plus MC1 RC1 plus MC2 RC2 equal to 0. So this is a static balancing case. ഇനിയിപ്പോൾ നമ്മൾ കപ്പിളിൻ്റെ കേസ് വന്നെങ്കിൽ നമുക്ക് എഴുതാം M1 R1 വെക്ടർ
L1 omega square plus M2 R2 vector L2 omega square plus M3 R3 vector L3 omega square plus MC1 RC1 L1 LC1 omega square plus MC2 RC2 LC2 omega square equal to 0. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഈ LC1 0 ആയിരിക്കും. കാരണം ഈ മാസ് ആഡ് ചെയ്യുന്നത് നമ്മൾ റഫറൻസ് പ്ലെയിനിൽ തന്നെയാണ്. റഫറൻസ് പ്ലെയിനിൽ തന്നെ ആഡ് ചെയ്യുമ്പോൾ റഫറൻസ് പ്ലെയിനിലേക്ക് എന്തില്ല, ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു ടേം 0 ആയി. ഇനി ഒമേഗ സ്ക്വയർ എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ M1 R1 L1 പ്ലസ് M2 R2 L2 പ്ലസ് M3 R3 L3 പ്ലസ് MC2 RC2 LC2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഉണ്ടാവും, 2 കോമ്പണൻസ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ എം ആർ വെക്ടർ എൽ പ്ലസ് MC2 LC2 RC2 വെക്ടർ ഈസ് ഈക്വൽ ടു 0 എഴുതിക്കൂടെ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് MC2 കാണാം. MC2 കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഈ ഇക്വേഷൻ MC2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൽ നിന്ന് MC1 കാണാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം കപ്പിൾഡ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. കാരണം ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ 2 അൺനോൺ ഉണ്ട്, കപ്പിൾഡ് ഇക്വേഷനിൽ ഒറ്റ അൺനോണേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ കോമ്പണൻറ്റ് ഫോമിലേക്ക് മാറ്റിക്കൂടെ. ഇതിപ്പോൾ വെക്ടർ അല്ലേ, വെക്ടർ ആകുമ്പോൾ ഈ MR സിഗ്മ MR L cos theta പ്ലസ് MC2 RC2 L cos theta C2 അല്ലെ, theta C2 ഈസ് ഈക്വൽ ടു 0. അതേപോലെ സിഗ്മ MR L സൈൻ തീറ്റ പ്ലസ് MC2 RC2 L സൈൻ തീറ്റ C2 ഈസ് ഈക്വൽ ടു 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കാം. MC2 RC2 LC2 cos തീറ്റ C2 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സിഗ്മ MRL cos തീറ്റ. അതേപോലെ MC2 RC2 LC2 സൈൻ തീറ്റ C2 ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ MRL സൈൻ തീറ്റ. അപ്പോൾ ഈ 2 ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ MC2 RC2 LC2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എന്ത് കിട്ടും, സിഗ്മ MRL കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ MRL സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിലിപ്പോൾ ഏതെങ്കിലും 2 വാല്യൂ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ വാല്യൂ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലേ. അങ്ങനെയാണ് MC2 ആണ്. ഇനിയിപ്പോൾ തീറ്റ C2 ആണെങ്കിലോ, ടാൻ തീറ്റ C2 എന്ന് പറയുന്നത്, അപ്പോൾ ഇത് 1 ഇത് 2 ആണ്. ഇപ്പോൾ ഇത് സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഇക്വേഷൻ കിട്ടുക. ഇനിയിപ്പോൾ 2 ഡിവൈഡ് ബൈ 1 ചെയ്താൽ ടാൻ തീറ്റ C2 കിട്ടും. എന്ന് വെച്ചാൽ മൈനസ് സിഗ്മ MRL സൈൻ തീറ്റ ബൈ മൈനസ് സിഗ്മ MRL കോസ് തീറ്റ. അപ്പം ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തീറ്റ C2 കിട്ടും. അപ്പോൾ നമുക്ക് MC2 കിട്ടി, ഏതൊക്കെ കിട്ടി, MC2 കിട്ടി, തീറ്റ C2 കിട്ടി. നമ്മൾ RC2 ആൻഡ് LC2 ഫിക്സ് ചെയ്യുക, അത് ക്വസ്റ്റ്യനിൽ ഫിക്സ് തരും, അവർ ക്വസ്റ്റ്യനിൽ തരും. ഇന്നൊരു റേഡിയസിൽ ഇന്നൊരു ലെങ്ത്തിലാണ് നമ്മൾ ഇന്നൊരു പ്രത്യേക പ്ലെയിൻ, ഏത് പ്ലെയിൻ റഫറൻസ് പ്ലെയിൻ ഈ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ RC2യുടെ വാല്യൂ ഒക്കെ തരും. അങ്ങനെയാണെങ്കിൽ MC2 തീറ്റ C2 കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം, MC1 തീറ്റ C1 കിട്ടണം. അല്ലെങ്കിൽ RC1 തന്നിട്ടുണ്ടാവും, LC1 എന്ന് വെച്ചാൽ റഫറൻസ് പ്ലെയിൻ തന്നെയാണ്, അപ്പോൾ ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും,
അത് നമ്മൾ സ്റ്റാറ്റിക് ബാലൻസിങ് ചെയ്തിട്ടില്ലേ? സ്റ്റാറ്റിക് ബാലൻസിങ് ചെയ്ത അതേ മെത്തേഡിൽ. കാരണം എന്ത് ചെയ്താൽ മതി, നമ്മളടുത്ത് ഈ പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ പർട്ടിക്കുലർ ഇക്വേഷനിൽ ഇത് കംപ്ലീറ്റ് നോണാണ് അല്ലേ? ഇപ്പോൾ ആകെയുള്ള അൺനോൺ എന്ന് വെച്ചാൽ MC1 RC1 ഈസ് ഈക്വൽ ടു മൈനസ് MR വെക്ടർ മൈനസ് MC1 RC1 ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നോൺ ആണ്. ഇനി ഇതിൻ്റെ 2 കോമ്പണൻറ്റ് കോസ് തീറ്റ സൈൻ തീറ്റ കോമ്പണൻ്റ് ആക്കുക, അതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ ടാൻ തീറ്റ തീറ്റ C1 ആണ്, അത് സൈൻ കോമ്പണൻറ്റ് ഡിവൈഡ് ബൈ കോസ് കോമ്പണൻറ്റ് ചെയ്താൽ പോരെ അല്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി എഴുതാം. MC1 RC1 cos theta C1 is equal to minus of sigma MR cos theta plus MC2 RC2 cos theta C2. അതേപോലെ MC1 RC1 sin theta C1 എന്നുള്ളത് മൈനസ് ഓഫ് സിഗ്മ MR സൈൻ തീറ്റ പ്ലസ് MC2 RC2 സൈൻ തീറ്റ C2 എന്നാണ് അല്ലേ? അങ്ങനെ ഇതെന്ത് ചെയ്താൽ മതി? സപ്പോസ് ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2, ഈ ഇക്വേഷൻ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ MC1 RC1 ഈസ് ഈക്വൽ ടു സിഗ്മ MR cos theta plus MC2 RC2 cos theta C2 whole square plus sigma MR sin theta plus MC2 RC2 sin theta C2 whole square. ഇതിലിപ്പോൾ RC1 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ MC1 കിട്ടും. അതേപോലെ 2 ഡിവൈഡ് ബൈ 1 ചെയ്താൽ ടാൻ തീറ്റ C1 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സിഗ്മ MR കോസ് സൈൻ തീറ്റ പ്ലസ് MC2 RC2 സൈൻ തീറ്റ C2 ഡിവൈഡ് ബൈ സിഗ്മ MR cos theta plus MC2 RC2 cos theta C2 അങ്ങനെ ടാൻ തീറ്റ C1 കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് ബാലൻസിങ്. ഇത് കുറച്ചും കൂടെ ലെങ്തി ആണ്. സ്റ്റാറ്റിക് ബാലൻസിനെക്കാട്ടിയും കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ട്, ഒരു ഇക്വേഷൻ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ? കപ്പിളിൻ്റെ ഒരു ഇക്വേഷൻ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഒരു ക്വസ്റ്റ്യൻ അസൈൻമെൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.